JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. 24/7/2024 നടന്ന പരീക്ഷയുടെ PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊണ്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭ്യമാണ്. നമ്മൾ കൂടുതലായിട്ടും 2024 വന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ ബി ബംഗാള്, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഹാരാഷ്ട്രയിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലാണ് 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം. ഓപ്ഷൻ എ നീൽ ദർപ്പൺ, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി ഗോദാൻ, ഓപ്ഷൻ ഡി ഗീതാഞ്ജലി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കെങ്കിലും അറിയാവോ? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ആനന്ദമഠമാണ് അല്ലെ. ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി ഗാന്ധിജി, ഓപ്ഷൻ ഡി മൗലാന മുഹമ്മദ് അലി. ആരാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജിയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത്? ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബംഗാള്, ഓപ്ഷൻ ഡി ഡൽഹി, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി ബീഹാർ. ഏതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഏതാണ്? ഉത്തരം കണ്ടുപിടിച്ചോ? നമുക്ക് ഏതാ ഉത്തരം ഏതാണെന്ന് നോക്കാം. ബംഗാളാണ് അല്ലെ. ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആര്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. ആരാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കണ്ടുപിടിച്ചോ? ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അപ്പോൾ ഈ 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ.
അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയില് തെറ്റ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എ ആമുഖം ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ഏതാണ് ഇതിൻ്റെ അകത്ത് തെറ്റ്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് 4 ജോഡികൾ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് ആലോചിച്ച് ഏതാണ് തെറ്റായിട്ടുള്ളത് നോക്കാം നമുക്ക് ഏതാണെന്ന്. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ, അതാണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, 2 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകള്, 3 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 2, 4, ഓപ്ഷൻ ഡി 1, 2. ഏതൊക്കെയാണ് ഇതില് ഈ 4 എണ്ണത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത ഏതാണ്? കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, രണ്ടാമത്തേത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകള്, നാലാമത്തേത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏതു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? 3 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ഈ 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാരമായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇത് ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചേക്കുന്നത്. ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? 3 ചുമതലകളാണ് തന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഈ 3 ചുമതലകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നിയമനിർമ്മാണ സഭ, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏതാണ് ഇതിന്റെ അകത്ത് ശരിയായിട്ടുള്ള? ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് ഈ 3 എണ്ണം സൂചിപ്പിക്കുന്നത്? അത് കണ്ണുവടച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലെ. പാർലമെന്റ് ആണ് അല്ലെ. പാർലമെന്റിന്റെ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് ഈ 3 എണ്ണം സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. 4 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് മൗലികാവകാശങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 2 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 സൗജന്യ നിയമസഹായം, 4 ലഹരി വസ്തുക്കളുടെ നിരോധനം. ഈ 4 എണ്ണത്തിനകത്ത് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 2, 3. ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടുപിടിച്ചോ? ഏതൊക്കെയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും അല്ലേ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 2 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ് ഇത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി കാൾ മാർക്സ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി ആഗസ്ത് കോംതെ. ആരുടെ വാക്കുകളാണ് ഇത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആരുടെ വാക്കുകളാണിത്? പ്ലേറ്റോയുടെ വാക്കുകളാണ് ഇത്. പ്ലേറ്റോയാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ
അത് ഏത് നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് എന്ന് ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ 3 വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ കണ്ടെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ ഓരോന്നും. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. 3 വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പ്രസ്താവനകൾ 3 വായിച്ചു നമ്മൾ. അപ്പോൾ അത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏത് നവോത്ഥാന നായകനാണ് എന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഏത് നവോത്ഥാന നായകനെ കുറിച്ചാണ് ഈ 3 പ്രസ്താവനകളിൽ നിന്ന് വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചേക്കുന്നതെന്ന്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ജോഡിയും നോക്കാം അല്ലെ. ഓപ്ഷൻ എ അയ്യങ്കാളി കല്ലുമാല സമരം, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, 3 ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. ഏതാണ് ജോഡിയിൽ തെറ്റ്? ഏതാണ് കണ്ടുപിടിച്ചോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് തെറ്റെന്ന്. ഏതാണ്? സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണപിള്ള. അതാണ് ഈ ജോഡിയിലെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ തിരുവിതാംകൂർ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി കൊച്ചി തിരുവിതാംകൂർ, ഓപ്ഷൻ ഡി മലബാർ. ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇച്ചിരി പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? തിരുവിതാംകൂർ ആണ് ശരി ഉത്തരം അല്ലെ. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ഓപ്ഷൻ എ 1924 സെപ്റ്റംബർ 27, ഓപ്ഷൻ ബി 1924 നവംബർ 1, ഓപ്ഷൻ സി 1925 മാർച്ച് 10, ഓപ്ഷൻ ഡി 1925 നവംബർ 1. ഏതാണ് ഡേറ്റ്? ഇതിൻ്റെ അകത്ത് ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ്? ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? 1924 നവംബർ 1. 1924 നവംബർ 1. മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ സി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. ആരാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ആരാണെന്ന് കണ്ടുപിടിച്ചോ? ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 19. ഏതാണ് 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? കണ്ണു അടച്ച് പറയാം അല്ലെ. 18ാമത്തേതാണ് അല്ലെ. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ആർക്കൊക്കെ അറിയാം? കറണ്ട് അഫയേഴ്സ് ആർക്കൊക്കെ അറിയാവോ അവർക്കെല്ലാം തന്നെ
കൃത്യമായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. പത്രപാരായണം നിത്യമായിട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ എ പ്രഹ്ലാദ് ജോഷി, ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ, ഓപ്ഷൻ സി പീയൂഷ് ഗോയൽ, ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ. ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ധർമ്മേന്ദ്ര പ്രധാൻ. ഇനി മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ചോദ്യം വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഈ 4 പ്രസ്താവനകളിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം അല്ലെ. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറ്. 2, ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. 3, ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 4, ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഏതാണ് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 2, 4, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി 4 മാത്രം. ഏതാണ് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? കണ്ടുപിടിച്ചോ? ഏതാണ്? മൂന്നാമത്തേത് മാത്രമാണ് അല്ലെ. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് ആയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനയുണ്ട്. അത് കാലഘടന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. 2, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. 3, ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. 4, ചന്ദ്രയാൻ ദൗത്യം. ഇത് കാലഗണന അനുസരിച്ചൊന്ന് ക്രമീകരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 2, 1, 3, 4, ഓപ്ഷൻ സി 3, 1, 2, 4, ഓപ്ഷൻ ഡി 2, 3, 1, 4. എങ്ങനെയാ? ഒന്ന് ക്രമീകരിച്ച് നോക്കിക്കേ, ഒന്ന് ശരിയാവുമോ നോക്കട്ടെ. ഒന്ന് ക്രമീകരിച്ചോ? നമുക്ക് നോക്കാം ഏതാ ശരിയായിട്ടുള്ളതെന്ന്. ഏതാണ്? ഒന്നാമത്തേത് തന്നെയാണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ടുള്ളത്. 1, 2, 3, 4 അത് കറക്റ്റ് ആയിട്ട് കാലഘടന അനുസരിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? 4 ജോഡികളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ ജോഡിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഭിലായി സോവിയറ്റ് യൂണിയൻ, 2 റൂർക്കല ജർമ്മനി, 3 ദുർഗാപൂർ ബ്രിട്ടൻ, 4 ബൊക്കോറോ ഫ്രാൻസ്. ഏതാണ് തെറ്റായ ജോഡി? ഏതാണ് ഇതിൻ്റെ അകത്ത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഏതാണ് തെറ്റായ ജോഡി? കണ്ടുപിടിച്ചോ? ഏതാണ് തെറ്റായ ജോഡി? 4മത്തേതാണ് അല്ലെ, ബൊക്കോറോ ഫ്രാൻസ്. അതാണ് തെറ്റായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇതിൽ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. 2 വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. 3 കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. 4 ഹിരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? അതായത് 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 3, 4,
ഓപ്ഷൻ സി 1, 2, 3, 4, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതാണ് ഇതിൻ്റെ അകത്ത്? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കണ്ടുപിടിച്ചോ? ഒന്ന് ഏതാണ്? 1951, 56 ആണ് പദ്ധതിയുടെ കാലയളവ്. പിന്നെ ഏതാണ്? മൂന്നാമത്തെ അല്ലെ? മൂന്നാമത്തെ ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. നാലാമത്തേത് ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ 1, 3, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി MS സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആരുടെ വാക്കുകളാണിത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആർക്കാണ് അറിയാവുന്നത്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സുമൻ ബെറി, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി അരവിന്ദ് പനഗാരിയ, ഓപ്ഷൻ ഡി BVR സുബ്രഹ്മണ്യം. പറയൂ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? കണ്ടുപിടിച്ചോ? ആരാണ്? സുമൻ ബെറി ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, സുമൻ ബെറി. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 14, ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 16, ഓപ്ഷൻ സി 2023 ഓഗസ്റ്റ് 21, ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. ആർക്കൊക്കെ അറിയാം ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? കണ്ടുപിടിച്ചോ? ആലോചിച്ചേ. 2023 ഓഗസ്റ്റ് 23. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? 2023 ഓഗസ്റ്റ് 23. എല്ലാം 23 ആണ്. 2023 ഓഗസ്റ്റ് 23. അപ്പോൾ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. അപ്പോൾ 23 എന്ന് മാത്രം ഓർത്താൽ അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. 2023 ഓഗസ്റ്റ് 23. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. താഴെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്കായി ബും, 2 മിസോ കുന്നുകള്, 3 ഹിമാദ്രി, 4 ഗാരോ ഖാസി കുന്നുകൾ. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 2, 4, ഓപ്ഷൻ ഡി 3, 4. ഏതാണ് കിഴക്കൻ മലനിരകളിൽ? ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 1, 2, 4. 1 ഏതാണ്? പത്കായിബു, 2 മിസോ കുന്നുകള്, 4 ഗാരോ ഖാസി കുന്നുകള്. ഇതാണ് ശരി ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.